ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനിമാർ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, വന്യ വൈദിക ശ്രേഷ്ഠര്, സിസ്റ്റേഴ്സ്, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മിൽ നിന്ന് കടന്നുപോയ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മർദിയോസ് തിരുമനസ്സിലെ അനുസ്മരണ സമ്മേളനത്തിൽ ഇന്നിവിടെ വരുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ഈ സമ്മേളനത്തിൽ ഒരു അനുസ്മരണം നടത്തുന്നതിനുള്ള ഒരു സന്ദർഭം ഒരുക്കിത്തന്ന അഭിവാദ്യത്തിന്മേലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുസ്മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1979 ജൂലൈ മുതൽ 94 ഡിസംബർ വരെ അഭിവന്യ തിരുമേനിയുടെ ഒപ്പം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. 79 ജാനുവരി 1 നിലവിൽ വന്ന തിരുവനന്തപുരം ഭദ്രാസനം ജാനുവരി 2-ാം തീയതി റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ നിന്നും തിരുമേനി പുറപ്പെട്ട അന്ന് കൊല്ലം ചെങ്കോട്ട റോഡിൻ്റെ തെക്കുവശത്തുള്ള 92 പള്ളികളുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് തിരുമേനി ആ പള്ളികളൊക്കെ സന്ദർശിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോർജ് പള്ളിയിൽ എത്തിച്ചേർന്നു. കാലുകുത്താൻ ഒരു സ്ഥലമില്ല എങ്കിലും പാളയം സെൻറ്റ് ജോർജ് പള്ളിക്കാർ അവിടെ തിരുമേനിമാർ വന്നാൽ താമസിക്കുന്ന ഒരു മുറിയിൽ താമസിക്കുവാൻ അനുവാദം നൽകി. തിരുമേനിയുടെ പ്രവർത്തന മേഖല 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തിയത്. ഒന്നാമത്തെ ഘട്ടം ഈ പാളയം സെൻറ്റ് ജോർജ് പള്ളിയുടെ ഒറ്റ മുറിയിലായിരുന്നു. തിരുമേനി കിടക്കുന്നതും ഓഫീസും എല്ലാം ആ മുറിയിൽ. ഷമാശൻ ഇപ്പോൾ കടന്നുപോയ തോമസ് തേക്കിൽ കൊറപ്പിസ്കോപ്പാച്ചൻ അന്ന് ഷമാശനാണ്. ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ കിടക്കും, ഡ്രൈവർ കാറിലും കിടക്കും. അങ്ങനെ നമുക്കറിയാമല്ലോ, ഒരു ഇടവകയ്ക്ക് ചില പരിമിതികളുണ്ട്. മറ്റ് തിരുമേനിമാർ താമസിക്കുന്ന മുറിയാണ്. ആ സാഹചര്യത്തിൽ തിരുമേനിയെ സഹായിച്ച് അവിടെ താമസിച്ചിരുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വൈദ്യൻ കൊറപ്പിസ്കോപ്പാച്ചനാണ്. അതിന് ഓഫീസ് സെക്രട്ടറിയാണ് നിയമിക്കുകയും 6 മാസക്കാലം തിരുമേനിയെ സഹായിക്കുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, തിരുമേനിക്കൊരു സ്വാതന്ത്ര്യം അല്ല, പള്ളിക്കാർക്കും സ്വാതന്ത്ര്യമില്ല, തിരുമേനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിനടുത്തുള്ള ടാഗോർ ഗാർഡൻസ് കോളനിയിലെ 24 നമ്പർ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത്. കെട്ടിടം വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറിയാൽ അവിടെ ആരെങ്കിലും വേണമല്ലോ. അന്ന് ഞാനും നിക്കോദീമോസ് തിരുമേനിയും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആശ്രമത്തിൽ കടന്നുപോയ ഒരു കൈപ്പി വർഷച്ചനുമാണ് ഉണ്ടായിരുന്നത്. തിരുമേനി അവിടെ ആശ്രമത്തിൽ വന്നിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ വരണം, ഞാൻ പള്ളികളൊക്കെ പോകുമ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എന്നെ അവർ നിയോഗിച്ചു. അതനുസരിച്ച് ഒരു ബ്രദറായിട്ട് 79 ജൂലൈ മാസം മുതൽ ടാഗോർ ഗാർഡൻസ് കോളനിയിൽ വാടക കെട്ടിടത്തിൽ താമസിച്ച് ത്രിവേണി പ്രവർത്തനം ആരംഭിച്ചു. 88 മെയ് മാസം വരെ അവിടെ താമസിച്ചു കൊണ്ടാണ് ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാവിധമായ അടിസ്ഥാനത്തിനും രൂപം നൽകിയത്. ഈ ഭദ്രാസനത്തിന് ഒരിക്കലും മറക്കാത്ത ഒരു വീടാണ് ടാഗോർ ഗാർഡൻസ് 24 നമ്പർ വീട്. അതോടൊപ്പം തന്നെ അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ ഹോള് പണിഞ്ഞത്. കിഴക്കേ ഭാഗത്ത് ഓഫീസും തിരുമേനിക്കും ഒക്കെ താമസിക്കുവാനുള്ള ഏതാനും മുറികളൊക്കെ പണിത് 88 മെയ് മാസം ഇങ്ങോട്ട് മാറുന്നത്. അങ്ങനെ 3-ാം ഘട്ടമാണ് തിരുമേനി ഇവിടെ താമസിച്ചുകൊണ്ട് ഈ ചാപ്പലുകളൊക്കെ പണിയുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു. തിരുമേനിയുടെ യാത്രയ്ക്ക്, അതായത് പള്ളികൾ കൂടുതലും പുനലൂർ, ആയൂർ, കൊട്ടാരക്കര ആ ഭാഗങ്ങളിലാണ്. അപ്പോൾ എവിടെയെങ്കിലും താമസിക്കണമല്ലോ. അങ്ങനെയാണ് ആദ്യകാലത്ത് ചങ്ങമ്പനാട് ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടാണ് പള്ളികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതും എനിക്കത് വളരെ പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇടമുളയ്ക്കൽ ഈ സ്ഥലം വാങ്ങുകയും ഭദ്രാസനത്തിൻ്റെ ഒരു ഉപകേന്ദ്രമായിട്ട് അവിടെ ഒരു ചെറിയ കുടിലാണ് ആദ്യം താമസിച്ചത്. പിന്നീട് ഒരു ഓടിട്ട കെട്ടിടം വച്ചിട്ട് തിരുമേനി അവിടെ താമസിച്ചുകൊണ്ട് പള്ളികളിലൊക്കെയും പ്രവർത്തിക്കുന്നതിനായിട്ട് പോയിരുന്നു. ഈ 92 പള്ളികളിൽ അന്ന്
4 തവണയുള്ള പള്ളികൾ തിരുവനന്തപുരം, കുണ്ടറ, ചാത്തന്നൂർ, പുനലൂർ, വാളക്കോട്. ബാക്കിയുള്ള 40 പള്ളികളിൽ തവണയില്ല. 12 അച്ഛന്മാരേ ഉള്ളൂ. അങ്ങനെ തിരുമേനി പള്ളികളൊക്കെ സന്ദർശിച്ച് യുവാക്കളെ തിരഞ്ഞുപിടിച്ച് അവരെ സെമിനാരിയിൽ വിട്ട് അവർക്ക് പട്ടം കൊടുത്ത് പള്ളികളിലേക്ക് അയച്ചു. തിരുമേനി സിനഗോഗസിലെ തിരുമേനിയുടെ താല്പര്യപ്രകാരമാണ് അന്ന് കാലം ചെയ്ത പരിശുദ്ധ പ്രഥമൻ ബാബ തിരുമേനിയുടെ ആവശ്യം പരിഗണിച്ച് ഷോർട്ട് കോഴ്സിന് അനുവദിച്ചു. 1 വർഷം പഠിച്ചുകൊണ്ട് അവരെ പട്ടക്കാരാക്കി പള്ളികൾ നിയമിച്ചു. ആശ്രമത്തിലെ വൈദികർക്ക് പട്ടം കൊടുക്കുന്നതിന് തീരുമാനിച്ചു, അതായത് പ്രദേശൻ. അങ്ങനെയാണ് ഞങ്ങൾക്ക് 2 പേർക്ക് പട്ടം തരുന്നത് 82. അതിനുശേഷം ഉള്ള എല്ലാ ആശ്രമാംഗങ്ങളെയും സെമിനാരിയിലോട്ട് വൈദികരാക്കി ഈ ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനായിട്ട് നിയമിച്ചു എന്നുള്ളതാണ്. തിരുമേനിയുടെ കാര്യങ്ങളിൽ, അതായത് തിരുമേനിക്കൊരു പ്രത്യേക നിയമമുണ്ട്. അല്ലെങ്കിൽ തിരുമേനി ഒരു നിയമമുണ്ടാക്കും ഒരു കാര്യം സാധിക്കുന്നതിനായിട്ട്. ഉദാഹരണമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത് അഞ്ചൽ സെൻറ്റ് ജോർജ് പള്ളി. ഇന്ന് അഞ്ചൽ സെൻറ്റ് ജോർജ് പള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു ഇടവക ഭംഗിയായി നടക്കുന്നു. എന്നാൽ തിരുമേനി ചുമതല ഏൽക്കുമ്പോൾ 44 വർഷം സേവനമനുഷ്ഠിക്കുന്ന ഒരു മുതിർന്ന അച്ഛനാണ് കെ ഗിവറീസ് അച്ഛൻ അഞ്ചൽ. അച്ഛനെ അവിടെ നിന്ന് മാറ്റണം. 44 വർഷം സേവനമനുഷ്ഠിച്ച അച്ഛനെ എങ്ങനെയാണ് മാറ്റുന്നത്? അപ്പോൾ അവിടെ തിരുമേനി ചാർജെടുത്തപ്പോൾ ഒരു പള്ളി പണിത് പൂർത്തീകരിച്ചപ്പോൾ തിരുമേനിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു വികാരിയെ വേണം, പക്ഷേ അച്ഛൻ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല, അസിസ്റ്റൻ്റ് വികാരി ഇവിടെ വേണ്ട. അപ്പോൾ തിരുമേനി ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പൊതുയോഗം കൂടി മാസ് പെറ്റീഷൻ തയ്യാറാക്കി തവണ വികാരി വേണം എന്ന് എഴുതി തരാൻ പറഞ്ഞു. അപ്രകാരം അവരെ പൊതുയോഗം കൂടി തീരുമാനമെടുത്ത് തവണ വികാരി വേണം എന്ന് ആവശ്യപ്പെട്ടു. ഒരിക്കലും ഒരു പള്ളിക്ക് 2 വികാരിയെ കൊടുക്കാറില്ല, ഒരു വികാരിയും അസിസ്റ്റൻ്റ് വികാരിയുമായിട്ടുള്ളത്. അപ്പോൾ ഈ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെ അയക്കണമല്ലോ, പല ശ്രേഷ്ഠ വൈദികരെയും അവിടെയൊക്കെ അയച്ചു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മണ്ണൂരച്ഛൻ്റെ കൂടെ ഗുരുശച്ഛൻ്റെ കൂടെ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഞായറാഴ്ച ഒന്ന് പോയി കുർബാന ചൊല്ലിയിട്ട് വരാൻ പറഞ്ഞു. ഞാനന്ന് വിതുരപ്പള്ളി വികാരിയാണ്. അവിടെ പോയി പള്ളി കുർബാന ചൊല്ലി തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പള്ളി, ഇന്ന് വഴക്കമല്ലോ ഉണ്ടായിരുന്നു? അപ്പം ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കൽപ്പന ഞങ്ങൾ വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കൽപ്പന ഞാൻ വായിച്ചിട്ട് അതിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചൽ സെൻറ്റ് ജോർജ് പള്ളിയുടെ 1, 3, 5 തവണകൾക്കായിട്ട് തവണ വികാരിയായിട്ട് അച്ഛനെ നിയമിച്ചിരിക്കുന്നു. മറ്റേ 2 തവണയ്ക്ക് അച്ഛൻ വികാരി. അപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, പൊതുയോഗം കമ്മിറ്റി കൂടാൻ പാടില്ല, അപ്പോൾ കേസ് വന്നാൽ തിരുമേനിക്കകത്ത് പോകും. അപ്പം അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വം തിരുമേനി ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിരുമേനിയുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് തിരുമേനി തന്നെ ഒരു നിയമമുണ്ടാകും. അതിന് പല ആലോചനകൾക്ക് നേരത്തെയൊക്കെ നടത്തും. അത് അച്ഛന്മാരെ നിയമിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. 2-3 പേരുടെ, അതായത് ഭദ്രാസന സെക്രട്ടറി, ഞാൻ അതൊക്കെ ഇരുന്ന് ആലോചിക്കുമെങ്കിലും തിരുമേനി തന്നെ അവസാനം ഒരു തീരുമാനമെടുത്ത് ആണ് നിയമനം നടത്തുന്നത്. അത് തിരുമേനി തന്നെ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളാണ്. അപ്പം അവിടെ ആ കെട്ടടിക്കാനേ പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് സുന്നോസിലാണെന്നൊരിക്കലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുകയില്ല. പറയുന്നത് അവിടെ തിരുമേനി പറയുന്ന ഓരോ ചെറുതും വലുതുമായുള്ള കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അപ്രകാരം ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അന്നിതുപോലെ ടൈപ്പ് റൈറ്റർ മാത്രമേ ഉള്ളൂ, എല്ലാം കയ്യെഴുത്താണ് കൽപ്പനകൾ. ഈ കൽപ്പന ആദ്യമേ കൽപ്പന പേപ്പറിൽ എഴുതാൻ സമ്മതിക്കത്തില്ല, റഫ് പേപ്പറിൽ എഴുതി കൊണ്ടുവരാൻ പറയും. 7 പ്രാവശ്യം വരെ എന്നെ ഒരു കൽപ്പന എഴുതാൻ അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തെറ്റ് കണ്ട അവിടെ തന്നെ വെട്ടിയിട്ട് പേര് എഴുതി കൊണ്ടുവരാൻ പറയും. അപ്പോൾ 7ാമത്തെ പ്രാവശ്യം പറയും, ശരി കൽപ്പന പേപ്പറിൽ എഴുതി കൊണ്ടുവരാൻ പറയും. എഴുതി കൊണ്ടുവന്നിട്ട് തിരുമേനി പറയും, ഈ മുദ്രയും ഒപ്പും ഒക്കെ എൻ്റേതാണ്, അച്ഛൻ്റെ അക്ഷരമായിരിക്കും, പക്ഷേ ഇത് കോടതിയിൽ പോയാൽ ഞാൻ അസമാധാനം പറയണമെന്ന് പറയും. അതുപോലെ ഓരോ കാര്യങ്ങളിലും നിസ്സാരമായ കാര്യങ്ങൾ, പണമിടപാട് കാര്യങ്ങളിൽ
ഒരു അണുവിടം പോലും വ്യത്യാസമില്ല. ആദ്യ 79 ഒരു 10 വർഷക്കാലം ഞങ്ങൾ രണ്ടുപേരും പകൽ സമയങ്ങളിൽ പുറത്ത് ജോലിയാണ്. തിരുപ്പതി യാത്ര പള്ളികളിലൊക്കെ പോകും. എനിക്ക് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ബാങ്കിലും ഓഫീസുകളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും 1 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ. രാത്രിയിൽ ഇരുന്ന് ജോലികൾ തീർക്കുകയാണ്. 100 രൂപ തന്നാൽ 99 രൂപ 99 പൈസയ്ക്ക് ചിലവും വൗച്ചറും കാണിക്കണം. 1 പൈസയും ബാക്കി കാണിക്കണം. അത് നിർബന്ധമുള്ള കാര്യങ്ങൾ. വിദേശത്ത് പോകുമ്പോൾ ചെക്കുകൾ ബ്ലാങ്ക് ചെക്കുകൾ ഒപ്പിട്ട് തരും. അപ്പം അതിനകത്ത് ബുക്കിനകത്ത് എഴുതിപ്പിക്കും ഇന്ന അക്കൗണ്ട് ഇന്ന ചെക്ക് നമ്പർ. തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ എല്ലാം വ്യക്തമായിട്ട് കെന്നടിച്ച് പറഞ്ഞ് കേൾപ്പിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, സ്വന്തം സഹോദരൻ്റെ മകൻ ഇവിടെ പറഞ്ഞാൽ തിരുമേനി അഭിമുഖീകരിക്കാനുള്ള പ്രയാസമാണ്. അവൻ എന്നെ സമീപിച്ചിട്ട് പറയും, എനിക്ക് ഗൾഫിന് പോകാനാണ്, തിരുമേനിയിൽ നിന്ന് ഒരു 50,000 രൂപ കടം വാങ്ങിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞു, നീ തിരുമേനി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉപ്പാപ്പനല്ലേ? അപ്പം ഞാനിവിടെ ചെന്ന് തിരുമേനോട് പറഞ്ഞു, തിരുമേനി ഇവന് ഗൾഫിൽ പോകാനാ 50,000 രൂപ കൊടുക്കണം. തിരുമേനി അവന് ശരിക്കും വഴക്ക് പറഞ്ഞു. അവൻ ആ കൂടെ കരഞ്ഞുപോയി. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി അവൻ്റെ ഒരു ആവശ്യത്തിന് വന്നതല്ലേ? അപ്പം അവനോട് പറഞ്ഞത്, നീ പോയി 50 രൂപയുടെ ഒരു പത്രം വാങ്ങിച്ചുകൊണ്ട് വാ. 50 രൂപയുടെ പത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് അതിനകത്ത് എഴുതിച്ചു, ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നും 50,000 രൂപ കടം വാങ്ങിച്ചിരിക്കും, ഇത് തീർച്ചയായിട്ടും തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടാണ് 50,000 രൂപ കൊടുത്തത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനിയുടെ സഹോദരൻ്റെ മകനല്ല, ഇങ്ങനെ ചെയ്യാമോ വാസ്തവത്തിൽ? അപ്പോൾ എന്നോട് പറഞ്ഞത്, അവൻ തിരിച്ചു തരാനല്ല ഇങ്ങനെ എഴുതി വാങ്ങിച്ചതേ, അവൻ തിരിച്ചു തരാനല്ല, എനിക്കത് വേണ്ടാതാണ്. പക്ഷേ അവനൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. അതാണ് അവിടെ. അവനൊരു ഉത്തരവാദിത്വമില്ല പല കാര്യങ്ങൾക്കും. അവനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവനെ ഈ പത്രത്തിൽ എഴുതി വാങ്ങിച്ചത്. അപ്പോൾ അതൊരു ഏത് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളിലും നിയമം നോക്കി മുടി കീറിയ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഏത് കാര്യങ്ങൾ ചെയ്തു കൊണ്ട് കൊടുത്താലും ഒരു തൃപ്തികരവുമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മച്ചിമാർ, ഇപ്പോഴത്തെ സ്ത്രീകൾ പാല് കാച്ചി അതിനെ പാട എടുക്കത്തേ ഉള്ളൂ, നെയ്യ്. അപ്പം അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പാല് കാച്ചി ഉറ ചെയ്ത് അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് കടഞ്ഞെടുക്കും, അത് നെയ്യ്. ആ നെയ്യ് പോലെ ആക്കിക്കൊണ്ട് കൊടുത്താലും ഇടത്ത് കൈ കൊണ്ടെന്ന് ഇങ്ങനെയൊക്കെ തപ്പി നോക്കിയിട്ട് പറയും, ശക്കലെ കൂടെ അറിയാനുണ്ട് കേട്ടോ, ഒന്നും ഒരു തൃപ്തികരമല്ല. അപ്പോൾ കാരണം ചിലപ്പോൾ ദേഷ്യവും ദണ്ഡവും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മിണ്ടത്തില്ല, ഒരു അക്ഷരം മിണ്ടത്തില്ല. കാരണം അത്രമാത്രം ഞാൻ പറയാം, 7 പ്രാവശ്യം ഒരു കൽപ്പന എഴുതി കൊണ്ട് കൊടുത്താലും അത് തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ അന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. രാത്രിയെന്നോ പകലെന്നോ ഊണെന്നോ ഉറക്കമെന്നോ വെയിലെന്നോ മഴയെന്നോ അതൊരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിരുമേനിയുടെ ഈ കാര്യങ്ങൾക്കെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. പലർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അപ്രകാരം സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു പിതാവിൻ്റെ സ്മരണയാണ് നമ്മൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.